ത്രിലോക് ഡോറ് തുറക്കുമ്പോൾ വൈദു അവനെ കാത്തുന്ന പോലെ ഇരിക്കുന്നുണ്ട്. ത്രിലോക് വേഗം ഉള്ളിലേക്ക് കയറി അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. എന്തേ? വൈദു സംശയത്തോടെ അവൻ്റെ തലയിൽ തലോടി. തലവേദനിക്കുന്നു. ത്രിലോക് കണ്ണു ചുളിച്ചു. ബാം എടുക്കാം. വേണ്ട, ഒന്ന് മസാജ് ചെയ്. ത്രിലോക് അവളുടെ കൈവിരലുകൾ തഴുകി. സിമി മരിച്ചു. കൊണ്ടു നടന്ന് അവർ തന്നെ തീർത്തു. ത്രിലോക് പറഞ്ഞതും വൈദു നിശ്ചലമായി. ത്രിലോക് തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. പകപ്പും മാറി ഒരുതരം വിഷമം അവളുടെ മുഖത്ത് നിറഞ്ഞു. വൈച്ചു ത്രിലോക് അവളുടെ കവിളിൽ തഴുകി. ത്രിലോകാണോ? വൈദു ചോദിച്ചു. അല്ല. നിനക്ക് വിഷമമായോ? വൈദു അതിന് ഒന്നും പറഞ്ഞില്ല. ത്രിലോക് അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. മരിക്കുന്നതിന് മുമ്പ് അവളെന്നെ കാണാൻ വന്നിരുന്നു. വൈദു ചോദ്യഭാവത്തോടെ അവനെ നോക്കി. ഇഷ്ടമാണ്, വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട്? വൈദു ചോദിച്ചു. ത്രിലോക് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ വൈദു ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. വൈച്ചു പതുക്കെ. വാവ. വാവ അല്ല, കൂവ. നിങ്ങൾ അവളെ കെട്ടാൻ പോവാണോ? ആണോന്ന് വൈദു അവനെ പിടിച്ചു തള്ളി. അല്ല വൈച്ചു, അതെൻ്റെ ഒരു പ്ലാൻ അല്ലേ. നിങ്ങളുടെ ഒരു കോപ്പിലെ പ്ലാൻ. ഇറങ്ങ്, ഇപ്പോൾ ഇറങ്ങ്. ആ നിശ്ചയം മുടങ്ങാതെ ഇനി എന്നെ കാണാൻ വരരുത്. വൈദു അവനെ പിടിച്ചു തള്ളി മുറിക്ക് പുറത്താക്കി. അയ്യേ വൈച്ചു, അതൊക്കെ ജസ്റ്റ് ആക്ടിങ്. ത്രിലോക് അവളോട് ചേർന്ന് നിന്നു. ആക്ടിങ്ങോ? ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കോ? ഇരിക്കോ? വൈദു കിതച്ചു. വൈച്ചു. ത്രിലോക് അവളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും വൈദു അവനെ തള്ളി ഡോർ അടച്ചിരുന്നു. അവളോട് എല്ലാം പറയാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ട് ത്രിലോക് തലയിൽ കൈവച്ചിരുന്നു. ക്ലോക്കിലെ സൂചി ഓടുന്നതല്ലാതെ വൈദു ഡോർ തുറന്നില്ല. 1 മണിക്കൂർ നിന്നിട്ട് ത്രിലോക് തിരിച്ചിറങ്ങി. എല്ലാം വേഗം അവസാനിപ്പിക്കണം, എന്നിട്ട് വൈച്ചുവിനെ തിരികെ കൊണ്ടുവരണം. വീട്ടിലെത്തി കിടന്നിട്ടും ഉറക്കം വന്നില്ല. പുലർച്ചെ എപ്പോഴാണ് ഉറങ്ങിയത്. രാവിലെ അപ്പച്ചി വന്ന് വിളിച്ചപ്പോൾ ത്രിലോക് മുഖം ചുളിച്ച് എഴുന്നേറ്റു. അപ്പച്ചി എപ്പോൾ വന്നു? ത്രിലോക് ബെഡിൽ നിന്നും എഴുന്നേറ്റു. കുറച്ചു നേരമായി. നീ എഴുന്നേൽക്കട്ടെ എന്ന് കരുതി ഇരുന്നതാ, അപ്പച്ചി പറഞ്ഞു. ഞാൻ ഫ്രഷായിട്ട് വരാം. ത്രിലോക് ബാത്റൂമിൽ കയറി. മോഹിനി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ശാന്തി തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. ചേച്ചി കരയാതെ. അവൻ ചെറുപ്പമല്ലേ, ജീവിതം ഇനിയില്ലേ? ശാന്തി തലയാട്ടി. ഞാൻ കരുതി അവൻ നിങ്ങളോട് പറഞ്ഞു കാണുമെന്ന് മോഹിനി പറഞ്ഞു. ഇല്ല, മോനൊന്നും പറഞ്ഞില്ല. മറന്നതാവും. അവന് കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങളായിട്ട് ഒന്നും ഓർമ്മിപ്പിക്കരുത്. അവന് നല്ലൊരു ജീവിതം കിട്ടട്ടെ. മോന് നല്ലൊരു ജീവിതം കിട്ടാൻ ഞങ്ങളൊന്നും എതിരല്ല. അതല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവനൊരു വിഷമം ഉണ്ടാവും, നിങ്ങളുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നതിന്. ത്രിലോക് വരുന്ന ശബ്ദം കേട്ടപ്പോൾ മോഹിനി നിശബ്ദയായി. ശാന്തി കിച്ചണിലേക്ക് നടന്നു. എല്ലാം കേട്ടെങ്കിലും ഒന്നും അറിയാത്ത പോലെ ഒരു പുഞ്ചിരിയോടെ ത്രിലോക് ഹാളിലേക്ക് വന്നു. അപ്പച്ചി എന്താ രാവിലെ തന്നെ? അവൻ ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. ഞാൻ ആ നിശ്ചയത്തിൻ്റെ പർച്ചേസ് നടത്താൻ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? മോഹിനി പറഞ്ഞപ്പോൾ ത്രിലോക് അവരെ സംശയത്തോടെ നോക്കി. സിമി മരിച്ചിട്ട് അധികം ആയില്ലല്ലോ. ഉടനെ വേണ്ട. ഡേറ്റ് ഞാൻ വഴിയെ അറിയിക്കാം. ത്രിലോകിൻ്റെ മുഖത്ത് അനിഷ്ടം നിറയുന്ന കണ്ട് മോഹിനിയൊന്നും പറയാൻ കഴിയാതെ എഴുന്നേറ്റു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി, മോഹിനി പറഞ്ഞു. ശാന്തി തലയാട്ടി. വൈച്ചു ഇതൊക്കെ അറിഞ്ഞാൽ പ്രശ്നമാവും മോനെ. അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആരെങ്കിലും തൊട്ടാൽ തന്നെ സഹിക്കില്ല. മോനെ ഇതൊക്കെ ഒന്ന് ശരിയാവുന്ന വരെ മോളെ ഒന്നും അറിയിക്കേണ്ട. ശാന്തി പറഞ്ഞതും ത്രിലോക് ചമ്മലോടെ ചിരിച്ചു. കഴിച്ചു കഴിഞ്ഞ് വൈദുവിനെ കുറെ വിളിച്ചെങ്കിലും അവളെടുത്തില്ല. പിണക്കം മാറ്റാൻ നിശ്ചയം മുടക്കാം. ത്രിലോക് പിന്നെ വിളിക്കാൻ നിന്നില്ല. ഓഫീസിലേക്ക് പോകും വഴിയാണ് വിജിത വിളിച്ചത്. ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ത്രിലോക് സമ്മതിച്ചു. കോഫി ഷോപ്പിൽ ഒറ്റയ്ക്ക് ഒരു ടേബിളിൽ ഇരിക്കുമ്പോൾ വിജി ഇടയ്ക്കിടെ പുറത്തേക്ക് നോക്കി. ത്രിലോക് വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിരിക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞതും ത്രിലോകിൻ്റെ കാറ് കോഫി ഷോപ്പിലെ പാർക്കിങ്ങിലേക്ക് കയറ്റി നിർത്തുമ്പോൾ വിജിയുടെ മുഖം സന്തോഷത്തോടെ വിടർന്നു. കാറിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ കണ്ണിൽ വയ്ക്കാതെ നോക്കിയിരുന്നു. ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് അവൻ കോഫി ഷോപ്പിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറി ചുറ്റും നോക്കിയതും വിജി കൈ ഉയർത്തി കാണിച്ചു. ത്രിലോക് അവളുടെ അടുത്തേക്ക് ചെന്നു നേരെയുള്ള ചെയറിലിരുന്നു. എന്താ കാണണമെന്ന് പറഞ്ഞത്? ത്രിലോകിൻ്റെ മുഖത്ത് ഗൗരവം. ത്രിലോക് ഇപ്പോഴും വൈറ്റ് ഷർട്ട് മാത്രമേ ഇടൂ, വിജി ചോദിച്ചു. ഇത് ഓഫീസിൽ പോകുമ്പോൾ എന്തിനാ വിളിപ്പിച്ചത്? ത്രിലോക് ചോദിച്ചു. എൻഗേജ്മെൻറ്റ് മാറ്റി വയ്ക്കണമെന്ന് ത്രിലോക് പറഞ്ഞോ? വിജി ചോദിച്ചു. സിമി മരിച്ചതല്ലേ, പാവം. അവൾ എന്നെ കാണാൻ വന്നിരുന്നു, ത്രിലോക് പറഞ്ഞു. വിജി അത് ഇഷ്ടപ്പെടാത്ത പോലെ മുഖം കുനിച്ചു. സിമി എന്താ പറഞ്ഞത്? ഇഷ്ടമാണ്, മാരേജ് ചെയ്യണമെന്ന്. അതുകൊണ്ടാ അവൾ നേരത്തെ അങ്ങ് പോയത്, വിജി പിറുപിറുത്തു. എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, പാവം, നല്ല കുട്ടിയായിരുന്നു, വിജി അമർത്തി പറഞ്ഞു. അല്ല, അവൾ മരിച്ചതിനെന്താ ത്രിലോക് എൻഗേജ്മെൻറ്റ് മാറ്റിവെക്കുന്നേ? ബ്ലഡ് റിലേഷൻ ഒന്നുമല്ലല്ലോ. സോ വാട്ട്?
അല്ല, വിജിതയ്ക്ക് എന്താ ഇപ്പോൾ ഇങ്ങനെയൊരു ഇഷ്ടം? കുറച്ചു മുമ്പ് അജിയായിരുന്നല്ലോ ഇഷ്ടം. പിന്നെ എന്താ പെട്ടെന്നൊരു മാറ്റം? ത്രിലോക് പുച്ഛത്തോട് ചോദിച്ചു. അത് പിന്നെ ത്രിലോക് സാർ അന്ന് വീട്ടിൽ വന്നപ്പോൾ മുതൽ എനിക്കിഷ്ടമായിരുന്നു. പിന്നെ മാരേജൊക്കെ കഴിഞ്ഞതുകൊണ്ടാ ഞാൻ. വിജി പറഞ്ഞു. എൻഗേജ്മെന്റ് നേരത്തെ തന്നെ വയ്ക്കാം. മറ്റന്നാൾ തന്നെ. എന്തായാലും സൺഡേ നമ്മൾ ഉറപ്പിച്ചതല്ലേ? വിജി പറഞ്ഞു. എൻഗേജ്മെന്റ് ഉടനെ വേണ്ട വിജി. നേരിട്ട് മാരേജ് ആവാം. പക്ഷെ ഇപ്പോൾ എന്തായാലും വേണ്ട. ഡേറ്റ് ഞാൻ അറിയിക്കാം. പോട്ടെ, അല്പം തിരക്കുണ്ട്. ത്രിലോക് വേഗം എഴുന്നേറ്റു. ത്രിലോക് എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ വിജിക്ക് പിന്നെയും 2 സെക്കൻഡ് വേണ്ടി വന്നു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാറിൽ കയറി ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് ത്രിലോക് ചെറിയ ഫോൺ എടുത്ത് നോക്കി. വൈദ്യു വിളിച്ചിട്ടുണ്ട്. മുടക്കിയോ എന്നൊരു മെസ്സേജുമുണ്ട്. മുടക്കി എന്നൊരു റിപ്ലൈയും ഹാർട്ടും അയച്ചു. പെണ്ണിനോട് അധികം പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. വൈദ്യു അവോയ്ഡ് ചെയ്യുമ്പോൾ എന്തോ പോലെ വല്ലാത്തൊരു വിഷമം. ഒറ്റയ്ക്കാവുന്ന ഫീൽ. വൈദ്യു അവൻ്റെ മെസ്സേജ് കണ്ട് മുന്തിരിത്തോപ്പിലൂടെ നടന്നു. മതിൽ കയറി എത്തി നോക്കിയവൻ വേഗം ചാടി. അയാളുടെ ഫോണിൽ നിന്ന് വിശാഖന് ഒരു കോൾ പോയി. ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലായിരുന്നു വിശാഖൻ. വേഗം ഫോൺ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. സത്യമാണോടാ? സത്യം സാർ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ശരി, ഉടനെ ഞാൻ അങ്ങോട്ട് വരാം. അവളെ വെറുതെ വിട്ടത് തെറ്റായി. ഇനി ആ തെറ്റ് ആവർത്തിക്കരുത്. വിശാഖം വേഗം കാറെടുത്തു. അരയിലെ തോക്ക് അവിടെയില്ലേന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചു. അജിയോട് ബാംഗ്ലൂർ ഷോറൂം മീറ്റിങ്ങിന് പോവാൻ വേണ്ടി അവൻ്റെ ക്യാബിനിലേക്ക് ചെന്ന ത്രിലോക് അവിടുത്തെ കാഴ്ച കണ്ട് വേഗം തിരികെ ഇറങ്ങി. നെമി അവനെ തള്ളി മാറ്റി. വൃത്തികെട്ടവൻ. നെമി ചുണ്ടു തുടച്ചു. അജി അത് മൈൻഡ് ചെയ്യാതെ സിസ്റ്റത്തിൽ പോയിരുന്നു. വൃത്തികെട്ടവൻ. അജി അവളെ കൂർപ്പിച്ചു നോക്കി. എൻ്റെ മുന്നിൽ നിന്ന് ഇനിയും ചിലയ്ക്കാൻ നിന്നാൽ ഇനിയും തരും. അജി സിസ്റ്റത്തിലേക്ക് നോക്കി. നെമി ചിരിയോടെ ചുണ്ടു തുടച്ച് ക്യാബിനിൽ നിന്നിറങ്ങി. ത്രിലോക് ചെറിയ ചിരിയോടെ തൻ്റെ ക്യാബിനിൽ വന്നിരുന്നു. ഛേ. ത്രിലോക് തലയിൽ തട്ടി. സമയം ഉച്ചയായിട്ടേ ഉള്ളൂ. വായിച്ചോനെ വിളിക്കണോ? ത്രിലോക് ഫോൺ എടുക്കുമ്പോഴേക്കും മുരുകൻ്റെ കോൾ വന്നു. ഹലോ മുരുക. എപ്പോ? ത്രിലോക് സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ ഉടനെ എത്താം. ത്രിലോക് കാറിൻ്റെ കീയെടുത്ത് ഓടി. അജി സിഗരറ്റ് വലിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ത്രിലോക് താഴേക്ക് ഓടുന്നതും അവൻ്റെ കാർ പാർക്കിങ്ങിൽ നിന്ന് പുറത്തേക്ക് പായുന്നതും കണ്ടത്. അജി വേഗം ഫോണെടുത്ത് ത്രിലോകിനെ വിളിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അജി ചോദിച്ചു. ഉണ്ട്, പക്ഷെ നിന്നോട് പറയാറായിട്ടില്ല. ത്രിലോക് അതും പറഞ്ഞ് ഫോൺ വെച്ചതും അജിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ത്രിലോക് തന്നിൽ നിന്നും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഒരു സുഹൃത്തായും കൂടപ്പിറപ്പായും ഇനി ഇവിടെ നിൽക്കുന്നത് എന്തോ അർത്ഥമില്ല. അവനും അതിരു തീർത്തിരിക്കുന്നു. ഇത്ര നാളും ഒരു നിഴലായി നടന്നതിൽ ആത്മാർത്ഥതയില്ല. അജി എന്തോ ഉറപ്പിച്ച് തൻ്റെ ലാപ്പ് കയ്യിലെടുത്ത് സെറ്റിയിലേക്ക് ഇരുന്നു. എങ്ങോട്ടാ? കാറിലേക്ക് കയറുന്നതിന് മുമ്പ് നെമിയുടെ ചോദ്യം കേട്ട് അജി ഒന്ന് വേദനയോട് ചിരിച്ചു. പോവാ, റിസൈൻ ചെയ്തു. അജി പറഞ്ഞു. എന്തിന്? കുറച്ചു മുമ്പ് ചുംബനം തന്ന ആളൊന്നും അല്ല ഇത്. അവൻ്റെ ശബ്ദവും ഭാവം ആകെ മാറിയിരിക്കുന്നു. ത്രിലോക് ആകെ മാറിയെടുത്ത് ഇനി നിൽക്കേണ്ടെന്ന് തോന്നി. അജി കാറിലേക്ക് കയറി. നെമി വേഗം ഫോണെടുത്ത് ത്രിലോകിനെ വിളിച്ചു. ത്രിലോകിന് ഫോൺ ബെല്ലടിക്കുന്നുണ്ടെങ്കിലും എടുക്കാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ല. 3 മണിക്കൂർ ട്രാവലുണ്ട്. കാർ എത്ര വേഗത്തിൽ പോയിട്ടും കാറിന് വേഗം പറ്റാത്ത പോലെ. എത്തുമ്പോൾ സമയം 4 കഴിഞ്ഞു. മുരുകൻ പറഞ്ഞു തന്ന വഴിയിലൂടെ കാർ പോകുമ്പോൾ വലത് ഭാഗത്തുള്ള വലിയ വീട്ടിലേക്ക് ത്രിലോകിൻ്റെ കണ്ണുകൾ പാഞ്ഞു. ചെറിയ കാട്ടുവഴിയിലൂടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ചെറിയൊരു ഗോഡൗൺ ആണ്. ത്രിലോക് കാർ നിർത്തി. മുരുകൻ വേഗം അകത്ത് നിന്ന് ഇറങ്ങി വന്നു. എപ്പോഴായിരുന്നു? ത്രിലോക് ചോദിച്ചു. ഉച്ചയ്ക്ക്. CCTVയിൽ കണ്ടതുകൊണ്ട്. മുരുകൻ തലകുനിച്ചു. ഇത്രയ്ക്ക് അശ്രദ്ധ വരാൻ പാടുണ്ടോ? ത്രിലോക് അവനെ ദേഷ്യത്തിൽ നോക്കി. സോറി സാർ. ത്രിലോക് അവനെ നോക്കാതെ അകത്തേക്ക് നടന്നു. അകത്ത് ഇരുട്ടുമുറിയിൽ ജനലിലൂടെയുള്ള വെളിച്ചം മാത്രം വ്യാപിച്ചു. മുരുകൻ വേഗം ചെയറിട്ട് കൊടുത്തു. ഉള്ളിലേക്ക് കയറിയ ത്രിലോക് ചെറിയ ചിരിയോടെ ചെയറിലെതിരെ ഇരുന്നു. മരത്തിൻ്റെ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന വിശാഖൻ ചോര നിറഞ്ഞ മുഖത്തോടെ ക്ഷീണിതനായി തലയുയർത്തി. ഡാ പന്ന, ചതിക്കുമായിരുന്നല്ലേ? വിശാഖൻ ചോദിച്ചു കേട്ടതും ത്രിലോക് ഉറക്കെ ചിരിച്ചു. ചതിയോ? ബെസ്റ്റ്. ഇതാരാ പറയുന്നേ? ത്രിലോക് ഇടങ്കാൽ മുന്നോട്ട് വെച്ച് അതിൽ കൈകുത്തി വിശാഖൻ്റെ മുഖത്തേക്ക് നോക്കി. വിശാഖൻ ചിരിച്ചു. അവളെ ഒന്ന് കൊല്ലാതെ വിട്ടത് തെറ്റായിപ്പോയി. ത്രിലോക് എഴുന്നേറ്റ് വിശാഖൻ്റെ അടുത്തേക്ക് ചെന്ന് കസാരയുടെ കയ്യിൽ പിടിച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അങ്ങനെയുള്ള തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. ത്രിലോക് ചിരിച്ചു. വിശാഖൻ നെറ്റി ചൊളിച്ചു. തെറ്റിനുള്ള ശിക്ഷ മരണമാണ്. വിശാഖൻ പുച്ഛത്തോടെ ചിരിച്ചു. അങ്ങനെയുണ്ടെങ്കിൽ നീ കുറെ കൊന്നൊടുക്കണം. എതിരെ നിൽക്കുന്നവരെ കണ്ട് കൈവിറക്കരുത്. വിശാഖൻ വായിലെ ചോര തുപ്പി അട്ടഹസിച്ചു. ത്രിലോക് അയാളെ സംശയത്തോടെ നോക്കി. എട്ടും പൊട്ടും തിരിയാതിരിക്കാൻ നീ അന്നത്തെ 7 വയസ്സുള്ള കൊച്ചൊന്നും അല്ലല്ലോ അല്ലേ? വിശാഖൻ പിന്നെയും ഓരോന്ന് പറയുന്ന കേട്ട് മുരുകൻ അത്ഭുതത്തോടെ ത്രിലോകിനെ നോക്കി.
എല്ലാം കേട്ട് തലതാഴ്ത്തിരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ നിറഞ്ഞ കണ്ണും കലങ്ങിയ മനസ്സും മുരുകന് മനസ്സിലെ ത്രിലോക് വേഗം പുറത്തേക്ക് ഇറങ്ങി. സാർ, തീരത്തേക്ക് ബോഡി പോലും കിട്ടരുത്, ത്രിലോക് അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞിട്ട് വേഗം കാറിൽ കയറി. കണ്ണീർ കാരണം മുന്നോട്ട് വഴികൾ പോലും കാണുന്നില്ല. എങ്ങനെയോ വലിയ വീട്ടിലെ ഗേറ്റിലേക്ക് കാർ കയറ്റുമ്പോൾ എത്രയും വേഗം വൈദ്യുവിനെ കണ്ടാൽ മതിയെന്നായി. റൂമിലെ വിൻഡോയിൽ വെച്ചിരിക്കുന്ന ചെറിയ ചെടിച്ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചു തിരിഞ്ഞപ്പോഴാണ് വൈദ്യു വാതിൽക്കൽ നിൽക്കുന്ന ത്രിലോകിനെ കണ്ടത്. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോഴേക്കും വൈദ്യുവിന് മനസ്സ് പിടഞ്ഞു. എന്തുപറ്റി? വൈദ്യു വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു. കവിളിൽ തഴുകി. ത്രിലോക് അവളെ ഒന്ന് നോക്കി ബെഡിൽ പോയിരുന്നു. എന്തുപറ്റി? ഞാൻ ഫോൺ എടുക്കാത്തത് കൊണ്ടാണോ? സോറി, ഞാൻ കാര്യം അറിയാതെ ചുമ്മാ. വൈദ്യു അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ത്രിലോക് അവളുടെ മടിയിലേക്ക് മുഖം അമർത്തി. ത്രിലോക്, വൈദ്യു ബലത്തോടെ അവൻ്റെ മുഖം പിടിച്ച് ഉയർത്തിയപ്പോൾ നിറഞ്ഞ കണ്ണുകൾ അവൾ കാണാതിരിക്കാൻ അവൻ മിഴികൾ താഴ്ത്തി. എന്താ? എന്തിനാ കരയുന്നേ? ത്രിലോക് ചെറിയ ഇടർച്ചയോടെ എല്ലാം അവളോട് പറഞ്ഞു. എന്നിട്ട് വിശാഖനെ കൊന്നോ? പിന്നെ കണ്ണു നിറയ്ക്കുന്നവനെ കണ്ട് വൈദ്യുവിന് സഹിച്ചില്ല. വേഗം അവനെ പിടിച്ച് അവളുടെ മാറിലേക്ക് ചേർത്തു. അവൻ്റെ കവിളിലും തലയിലും തഴുകി. ഞാനില്ലേ? വൈദ്യു അവൻ്റെ മൂർധാവിൽ ചുണ്ടുകൾ അമർത്തി. ത്രിലോക് അവളെ ഇരു കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് ആ മാറിലേക്ക് മുഖം പൂഴ്ത്തി കണ്ണുകൾ അടച്ചു. എഴുന്നേൽക്കുമ്പോൾ രാത്രിയായി. അപ്പോഴും വൈദ്യു അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കിടക്കുകയായിരുന്നു. ത്രിലോക് അവളിൽ നിന്ന് മെല്ലെ വിട്ടുമാറി നേരെയിരുന്നു. മനസ്സിന് വല്ലാത്ത ആശ്വാസം. അവനൊന്ന് വൈദ്യുവിനെ നോക്കി. ചുണ്ടുകൾ വിടർത്തി കിടന്ന് ഉറങ്ങുന്നവളെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ നോട്ടം പോയത് അവളുടെ വയറിലേക്കാണ്. ചെറുതായി വലിപ്പം വെച്ചിട്ടുണ്ട്. പപ്പയുടെ പൊന്നെ. ത്രിലോക് അവളുടെ വയറിലൊന്ന് മുത്തി. പപ്പ വേഗം നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോവാട്ടോ. വൈദ്യുവിനെ നേരെ കിടത്തി. മെല്ലെ ഇറങ്ങി നടക്കുമ്പോൾ കയ്യിൽ പിടി വീണിരുന്നു. ത്രിലോക് തലചരിച്ചു. പോവാണോ? വൈദ്യു മുഖം ചുളിച്ചു. പോയിട്ട് വരാം. ത്രിലോക് അവളുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. എൻഗേജ്മെൻറ്റ് മുടക്കാൻ മറക്കണ്ട. മുടക്കിയല്ലോ. ത്രിലോക് ചിരിച്ചു. വൈദ്യു അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ചുണ്ടുകൾ ചുംബിച്ചു. ഒന്നും ഓർത്ത് വിഷമിക്കരുത്. ഗുഡ് നൈറ്റ്. ത്രിലോക് അവളുടെ ഉള്ളം കൈയിൽ അമർത്തി മുത്തിക്കൊണ്ട് എഴുന്നേറ്റു. ഗുഡ് നൈറ്റ്. വൈദ്യുവിൻ്റെ മിഴികൾ മെല്ലെ അടഞ്ഞു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുരുകൻ വന്നു. എന്തായി? കത്തിച്ചു. അയാൾ പറഞ്ഞതൊക്കെ വീഡിയോ എടുത്തില്ലേ? എടുത്തു സാർ, ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്, മുരുകൻ പറഞ്ഞു. ഇനിയും നമ്മൾ വൈകിയാൽ വായിച്ചു ജീവനോടെ ഉള്ളത് അവരറിയും. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് വേണം. അർഷാദിനെ വിളിച്ചാൽ മതി. അവനും പിള്ളേരും അവിടെ തന്നെ ഉണ്ടാവും, മുരുകൻ പറഞ്ഞു. ത്രിലോക് പറഞ്ഞു. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ അച്ഛനോടും അമ്മയോടും ഒന്നും പറയാൻ നിന്നില്ല. അവരെ കൂടി പേടിപ്പിക്കേണ്ടെന്ന് തോന്നി. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് മിസ് കോൾ. ത്രിലോക് മോഹിനിയെ തിരിച്ചു വിളിച്ചു. അപ്പച്ചി, ഈ സൺഡേ മാരേജ് നടത്താം, ത്രിലോക് പറഞ്ഞു. മോഹിനി ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് ചാടി എഴുന്നേറ്റു. സത്യമാണോ മോനെ? സത്യം. ഞാൻ ഇന്ന് വിജയെ കണ്ടിരുന്നു. ത്രിലോക് ഫോൺ കട്ട് ചെയ്തു. മോഹിനി സന്തോഷത്തോടെ വിജയുടെ ഫോണിലേക്ക് വിളിച്ചു. സത്യമാണോ? സന്തോഷം അടക്കാൻ കഴിയാതെ വിജയുടെ കണ്ണുകൾ നിറഞ്ഞു. സത്യം, മോഹിനി പറഞ്ഞു. ഞാൻ അച്ഛനെ വിളിച്ചു പറയട്ടെ? വിജി വേഗം ഫോൺ കട്ടാക്കി. വിശാഖനെ വിളിച്ചിട്ട് കിട്ടാതെ വിജി നിരാശയോടെ ഫോൺ ബെഡിലേക്ക് ഇട്ടലയുടെ അടുത്തേക്ക് ഓടി. ത്രിലോക് ഉറക്കെ ചിരിച്ചു. ചത്തുപോയ തന്തയെ വിളിക്കുന്നുണ്ടാവും അവള്. ത്രിലോക് പുച്ഛത്തോടെ പറഞ്ഞിട്ട് ബെഡിലേക്ക് വീണു.